എപ്പോഴും കുഞ്ഞുങ്ങളെ വളർത്തുന്നവർ അവരോട് കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആത്മാർത്ഥമായ സ്നേഹം ആണ്. ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുമ്പോൾ അവരിൽ നിന്നുള്ള എന്തെങ്കിലും ലാക്കാക്കിക്കൊണ്ടുള്ള സ്നേഹം അല്ല. നമ്മുടെ മക്കൾ എന്ന അർത്ഥത്തിലുള്ള വലിയൊരു സ്നേഹം അതെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളോടുണ്ടായിരിക്കും. ആ സ്നേഹം ഉള്ള രക്ഷിതാക്കൾ, മാതാപിതാക്കൾ സ്നേഹത്തോടെ അവരെ വിളിക്കേണ്ട സംബോധന രീതിയാണ് യാ ബുനയ്യ, യാ ബുനയ്യത്തി എന്നതൊക്കെ. നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കണമെങ്കിൽ പറയുന്നത് ഹൃദ്യമാകണം എന്നർത്ഥം. എത്ര ഗൗരവമുള്ള വിഷയമാണ് ഉപദേശിക്കുന്നതെങ്കിലും അത് കേൾക്കുന്നവൻ ചെവി കൊള്ളുന്ന രൂപത്തിലാകണം എന്നത് ഒരു പ്രത്യേകതയാണ്. അതിന് വിളിക്കേണ്ട വിളിയാണ് യാ ബുനയ്യ. അതിനേക്കാൾ വലിയ സ്നേഹമുള്ളൊരു വിളിയില്ല. ഒരു കുട്ടിയെ എത്ര വലിയ മകനാണെങ്കിലും യാ ബുനയ്യ എന്ന് വിളിക്കുന്ന സ്നേഹത്തിന്റെ വിളിക്ക് പകരം വെക്കുന്നൊരു വിളി വേറെയില്ല. വളരെ സന്തോഷമുള്ള ഒരു വിളിയാണത്. ആ വിളിക്ക് ശേഷം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ വരെ ആ വിളി കാരണമാകും. അതേ സമയത്ത് ചില ദഹിക്കാത്ത ചില വിളികളുണ്ട്. ആ വിളികൾ കാരണമായി എത്ര കനപ്പെട്ട ഉപദേശങ്ങളാണ് അതിന്റെ പിന്നിൽ വരുന്നതെങ്കിലും ചെവി കൊടുക്കാൻ ഒരു കുട്ടിയും തയ്യാറാകില്ല. എന്താ അതിന്റെ കാരണം? നമ്മൾ വിളിക്കുന്ന വിളി ശ്രദ്ധിക്കുമ്പോ, സ്നേഹത്തോടത് കേൾക്കുമ്പോ എന്താണ് അതിന്റെ പിന്നിൽ പറയുന്ന കാര്യം, ആ കാര്യം കൂടി ഉൾക്കൊള്ളാൻ സശ്രദ്ധം മനസ്സ് തിരിയും. ആദ്യം തന്നെ വിളിക്കുന്ന വിളി മലയാളത്തിലാണ് സാധാരണ വിളിക്കല്. അറബിയിലാകുമ്പോ ഒരു പക്ഷെ തിരിഞ്ഞോളന്നില്ല. ഇംഗ്ലീഷിലാണെങ്കിലും അത്ര തിരിഞ്ഞോളന്നില്ല. ഇപ്പൊ കൽബെ ഖൻസീർ എന്ന് വിളിച്ചാൽ തിരിയില്ലല്ലോ. പക്ഷെ അതിന്റെ നേർക്കുനേറുള്ള മലയാളം. ആ മലയാളത്തിൽ ഒരു രക്ഷിതാവും ഒരു ബാപ്പയും ഉമ്മയും മക്കളെ വിളിക്കരുത്. ശൈത്വാനെ എന്ന് പോലും വിളിക്കരുത്. ചിലര് പറയും അനുസരണക്കേട് കാണിച്ചാൽ അങ്ങനെ വിളിക്കാം. അല്ല, അനുസരണക്കേട് കാണിക്കുന്നവരെയാണ് അങ്ങനെ വിളിക്കാറുള്ളത് എന്ന് കരുതിയിട്ട് മക്കൾ അങ്ങനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഒരു പേരാരും പറഞ്ഞതല്ല. മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ശൈത്താന്മാരുണ്ട്, ജിന്നുകളുടെ കൂട്ടത്തിലുണ്ട്. ഷയാത്തീനൽ ജിന്നി വൽ ഇൻസി രണ്ടുണ്ട്. പക്ഷെ നമ്മളെ സംബോധന ശൈലി അതല്ല. നമ്മളെ സംബോധന ശൈലി എപ്പോഴും ഹൃദ്യമാകണം. എന്നാൽ പറയുന്നത് ചെറിയ വിഷയമാണെങ്കിൽ പോലും അത് ഹൃത്തടത്തിൽ സൂക്ഷിക്കാനും അനുസരിക്കാനും വളരെ വലിയ സന്നദ്ധതയുണ്ടാകും. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നൂഹ് അലൈഹിസ്സലാം തന്റെ മകൻ വിശ്വസിക്കാതെ നീന്തി അകന്നു പോകുമ്പോ ആ മകനെയും വിളിക്കുന്നത് യാ ബുനയ്യ ഇർകം മഅനാ വലാ തകും മഅൽ കാഫിരീൻ. ഓ പ്രിയപ്പെട്ട മകനെ, കുഞ്ഞുമോനെ, പൊന്നുമോനെ എന്ന അർത്ഥത്തിലുള്ള സ്നേഹവിളി. നമ്മളോടൊപ്പം ഈ കപ്പലിൽ കയറിക്കോ, അഥവാ വിശ്വസിച്ച് നീ വന്നോന്നർത്ഥം. കാരണം കപ്പലിൽ കയറണമെങ്കിൽ അതൊരു നിബന്ധനയാണ്. കപ്പലിൽ കുത്തിപ്പിടിച്ച് കയറിക്കോ, നല്ല വിശ്വാസത്തോടെ നമ്മളോടൊപ്പം വന്ന് നീ യാത്ര ചെയ്തോ. വലാ തകും മഅൽ കാഫിരീൻ, നീ നിഷേധികളുടെ കൂട്ടത്തിൽ പോയി നശിക്കണ്ട. ഇത് മകനെ വിളിച്ച് ഉപദേശിക്കുകയാണ്. എത്ര കാര്യഗൗരവമുള്ള വിഷയം പറയുകയാണെങ്കിലും
പറയുന്ന ഉപദേശിക്കുന്ന ആ സംബോധന രീതി എപ്പോഴും സുന്ദരമാകണം. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഞാൻ ഉംറക്ക് പോകാൻ ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാണാൻ വേണ്ടി പോയി. വിഷയം ഒന്ന് പറയാൻ, ഞാനൊന്ന് ഉംറക്ക് പോകാണെന്ന് പറയാൻ വേണ്ടി പോയി. നമ്മളൊക്കെ ഉംറ ഹജ്ജിന് ഉദ്ദേശിച്ചാൽ ഉസ്താദുമാരെ കാണാൻ പോകും, ബാപ്പമാരെയും ബന്ധപ്പെട്ടവരെയും മുതിർന്നവരെയും ഒക്കെ കാണും. അവരോടൊക്കെ ഒന്ന് പറയാനും ഒന്ന് സമ്മതമാക്കാനും ഒന്ന് ദ്വാരിപ്പിക്കാനൊക്കെ കൂടിയിട്ട് ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലാത്ത സന്തോഷം അതുകൊണ്ട് കിട്ടി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആഇക്. ഓ പ്രിയപ്പെട്ട സുഹൃത്തേ, യാ ഉഖയ്യ, എന്താണ് ആ വിളി? നോക്ക് നിങ്ങൾ, യാ ഉഖയ്യ എന്ന വിളി എത്ര പെട്ടെന്ന് അനുസരിക്കുന്ന വിളിയാണ്, സന്തോഷം നൽകുന്ന വിളിയാണ്. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു വിളി വിളിച്ചാൽ ഉടനെ എത്ര കൊലബുള്ള കഫീലാണെങ്കിലും ഒന്ന് ഡൗണോ. അതാ വിളിയുടെ ഒരു പ്രത്യേകതയാണ്. യാ സയ്യിദി എന്ന് വിളിക്കാണ്, ഒരു നേതാവേ എന്നുള്ള അർത്ഥത്തിൽ. നല്ല കൊലബിലാണ് ആളുകൾ നിൽക്കുന്നത്, പിന്നെ അയാൾ മുന്നോട്ട് അങ്ങനെ പോല. കാരണം വിളിച്ച വിളി അങ്ങനത്തെ ഒരു വിളിയാണ്. അവരൊക്കെ വിളിക്കുന്ന വിളി ഉണ്ടല്ലോ, യാ ഹൂയ് എന്ന് വിളിക്കുന്നു, അതൊക്കെ യാ ഉഖയ്യ എന്ന് വന്നതാണ്. യാ ഉഖയ്യ, നിങ്ങൾ നമ്മെ മറക്കരുത്, പേരല്ല വിളിച്ചത്, യാ ഉഖയ്യ. ഓ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മളെ മറക്കരുത്, ദുആയിൽ മറക്കരുത്. റളിയല്ലാഹു അൻഹുവിന്റെ ദുആയിൽ മറക്കരുത് എന്നതല്ല കൂടുതൽ മനസ്സിനെ സന്തോഷിപ്പിച്ചത്, കലിമത്തൻ തസുറൂന, സന്തോഷിപ്പിക്കുന്ന ഒരു വാക്കാ തങ്ങൾ പറഞ്ഞത്, യാ ഉഖയ്യ എന്നുള്ളത്. അതെപ്പോഴും നമ്മൾ ശീലിക്കേണ്ട ഒരു ശൈലിയാണ്. ഇപ്പൊ ചെറുപ്പകാലങ്ങളിലൊക്കെ കുസൃതിയും വികൃതിയും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അവിടെ നമ്മൾ ഉപദേശം എന്ന് പറഞ്ഞാൽ അവരെ കയ്യിലെടുത്തുകൊണ്ടുള്ള ഉപദേശമാണ്. അതേ അവിടെ നടക്കൂ, മറ്റൊന്നും നടക്കൂല. കാരണം അവരെ കുസൃതിയുടെ ഒരു ലോകമാണ്, വികൃതിയുടെ. അപ്പോൾ നമ്മൾ ആക്ഷേപിക്കരുത്. ഞാൻ ഉപ്പമാരോട് പറയട്ടെ, എത്ര ഒരു കുട്ടി വികൃതി കാണിച്ചാലും ശപിക്കരുത്, ഒരിക്കലും ശപിക്കരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മക്കളെ പേരമക്കളെ ശപിക്കരുത്. കുസൃതികളൊക്കെ ചിലപ്പോ നഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് അവരെ കുസൃതി കൊണ്ട് ചിലപ്പോ നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ സഹിക്കണം. കാരണം നമ്മൾ അതിനേക്കാളും വലിയ കുസൃതിയായിരുന്നു. അന്ന് ആ കുസൃതിയുടെ ലോകം നമുക്ക് ഇന്നാണെങ്കിൽ ഇവരെക്കാളും വലിയ കുസൃതിയായിരിക്കും നമ്മൾ. പക്ഷെ നമ്മൾ ആ കാലത്ത് ഇത്ര സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് മാത്രം. ഇപ്പൊ നമ്മളെ വീടും മറ്റുള്ള സൗകര്യങ്ങളുള്ളത്. അപ്പൊ കുട്ടികൾ ആ സൗകര്യങ്ങളിലേക്കൊക്കെ അവര് കടന്നാക്രമണം നടത്താൻ തുനിയും. ആക്ഷേപിക്കരുത് ഒരിക്കലും. ഒരു മകനെയും ഒരു മകളെയും ബാപ്പമാരെ ഉമ്മമാരെ ശപിക്കരുത്, ശാപം തട്ടിച്ചു പോകരുത്. വളരെ ഗുരുതരമായ പ്രത്യാഘാതം അതുകൊണ്ടുണ്ടാകും. നമ്മളുടെ ഒരു ശാപം കാരണം വളർച്ച മുരടിപ്പിലേക്ക് പോകും, നശിച്ചു പോകും. അപ്പോ ഒരു തെറ്റ് കണ്ടു എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ. ആ കുട്ടി ചെയ്യുന്നത് തീർത്തും തെറ്റാണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ളൊരു പക്വത എത്തിയിട്ടില്ലെങ്കിൽ അതിനെ ശപിക്കരുത്. എന്താ കുട്ടി ചെയ്യുന്നത്? ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എന്താണ് ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഭക്ഷണത്തിലേക്ക് പുറത്തങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോ നല്ല കളിമണ്ണ് ഇങ്ങനെ പുരട്ടിയിട്ട് അതിങ്ങനെ ഒരു ചിരട്ടയിലേക്ക് ഇങ്ങനെ കോരിയെടുത്ത് ഉണ്ടാക്കിയ നല്ല ഭക്ഷണത്തിലേക്ക് അത് കൊണ്ടുവന്ന് ഇങ്ങനെ ഒഴിക്കുകയാണ്. അത് അവരുടെ ഒരു ലോകമാണ്. പക്ഷെ അപ്പോൾ അവരെ ആക്ഷേപിക്കരുത്, ശപിക്കരുത് ഒരിക്കലും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഒരു കരച്ചിലിന്റെ ശബ്ദം കേട്ടാൽ ഉടനെ തങ്ങൾ ഇറങ്ങി. റഹ്മത്തുൽ ലിൽ ആലമീൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മക്കൾ കരയുന്നത്?
ഇപ്പൊ ചിലര് ഒരു പക്ഷെ പറയും കുറച്ചൊക്കെ അങ്ങനെ കരഞ്ഞോട്ടെ എന്നാലേ നന്നാകുള്ളൂ. നമ്മുടെ റഹ്മത്തിന്റെ റഫത്തിന്റെ ഖൽബ് ഒറ്റിപ്പോകരുത് ഒരിക്കലും. സ്നേഹത്തിന്റെ മനസ്സ് ഒരിക്കലും അസ്തമിച്ചു പോകരുത്. രാത്രിയോ പകലോ എന്തോ ക്ഷീണം കാരണം ഒരു കുരുന്ന് കരയുകയാണെങ്കിൽ എത്ര നേരം അതിനെ എടുത്ത് സംരക്ഷിച്ചാലും നമുക്കൊരു കുറവും വരില്ല. എത്ര നേരം ഒരു നിസ്കാരത്തിന്റെ ടൈം മാത്രമേ നമുക്ക് മിച്ചം കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവനും പുറത്തൊന്നും പോകാൻ കഴിയാതെ അതിനോടൊപ്പം ഇരിക്കേണ്ടി വന്നു. പരാതി പറയരുത്. സുബ്ഹാനല്ലാഹ്, വലിയ പരിചരണമാണത്, വലിയ തർബിയത്താണത്, വലിയ പരിചരണമാണ്. നിങ്ങൾ നോക്കൂ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ വളരെ സങ്കടത്തോടെ നബി തങ്ങളോട് വരാൻ വേണ്ടി ഒരാളെ പറഞ്ഞയച്ചു. കുട്ടിക്ക് സുഖമില്ല, ഉപ്പയോട് വേഗം വരാൻ പറയണം. പുന്നാര മകളുടെ ഈ നിർദ്ദേശം വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ദൂതനോട് പറയുന്നത്, ക്ഷമിക്കാൻ പറയൂ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹയോട് ക്ഷമിക്കാൻ പറയൂ. അല്ലാഹുവിൽ കൂലി ആഗ്രഹിക്കാൻ, ഫലം ആഗ്രഹിക്കാൻ വേണ്ടി പറയൂ. രണ്ടാമതും മഹദി പറഞ്ഞയച്ചു, ബാപ്പ വന്നേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നേ പറ്റൂ എന്ന് തീർച്ചപ്പെടുത്തി പറഞ്ഞപ്പോ തങ്ങൾ എഴുന്നേറ്റു, കൂടെ സ്വഹാബത്തും പോയി. വീട്ടിലെത്തിയപ്പോ ആ ചെറിയ കുഞ്ഞ് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കുട്ടി, നബി തങ്ങളുടെ പേരക്കുട്ടി, ആ കുട്ടി എങ്ങനെ കിടക്കുന്നുണ്ട്. വനഫസുഹു തഖഅഖഉ, അതിന്റെ ശ്വാസം അങ്ങനെ അതാ തിങ്ങി 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 അങ്ങനെ പോകുന്നു. ആ ചെറിയ പിഞ്ചു പൈതലിനെ തങ്ങൾ മടിയിലേക്ക് അങ്ങ് വെച്ചപ്പോ ഫാലത്ത് ഐനാ, അവിടുത്തെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെ വല്ല വിഷയങ്ങളുണ്ടാകുമ്പോ ക്ഷമിക്കണമെന്ന് തങ്ങൾ ഉപദേശിക്കാറുണ്ട്. തങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥ കണ്ടപ്പോഴേക്ക് കരയുകയാണോ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ജഅലഹ അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇതൊരു സ്നേഹത്തിന്റെ കണ്ണീരാണ്, ഒരു വാത്സല്യത്തിന്റെ കാരുണ്യത്തിന്റെ കണ്ണീർ കണങ്ങളാണ്. ഇത് സ്നേഹമുള്ളവരുടെ മനസ്സുകളിൽ അല്ലാഹു നിക്ഷേപിക്കുന്നതാണ്. ഇതിന് യാതൊരു തകരാറുമില്ല, ഒരു കുറ്റവുമില്ല. ആ കുട്ടിയുടെ ശരീരം നോക്കിയിട്ട് തങ്ങളങ്ങ് വിതുമ്പിപ്പോയി. സുബ്ഹാനല്ലാഹ്, ചെറിയ കുട്ടി അത് മരിക്കാനുള്ളൊരവസ്ഥയിൽ, മരണം ആസന്നമായ അവസ്ഥ കണ്ടപ്പോൾ തങ്ങൾക്കത് സഹിക്കാൻ കഴിയാതെ തങ്ങൾ കരഞ്ഞുപോയി അവിടുത്തെ സ്നേഹം കൊണ്ട്. ഓ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഉമ്മമാരുടെ ഉപ്പമാരുടെ സ്നേഹം, മക്കൾക്ക് സ്നേഹം എന്ന അർത്ഥത്തിൽ നല്ല സ്നേഹം ലഭിക്കേണ്ടതുണ്ട്. അതിന്റെ ഒരു ഘട്ടമുണ്ട്, അത് കുസൃതിയുടെയും വികൃതിയുടെയും ഒന്നാം ഘട്ടമാണ്. അവിടെ സ്നേഹത്തിനൊരു കുറവുണ്ടാകരുത്, ഒറ്റപ്പെടുന്നൊരു സ്വഭാവം ഉണ്ടാകരുത്. വികൃതി കാണിക്കുന്ന കുട്ടിയെ ഒരു റൂമിലാക്കി പൂട്ടിയിട്ടിട്ട് എന്റെ അടുക്കള വേല മുഴുവനും കഴിഞ്ഞിട്ട് ഞാൻ തുറക്കണമെന്ന് നഊദു ബില്ലാഹ് ഒരു ഉമ്മയും തീരുമാനിക്കരുത്. സങ്കടമാണ്. കുസൃതി കാണിക്കുന്ന കുട്ടിയാണ്, വികൃതി കാണിക്കുന്ന കുട്ടിയാണ്. ഞാൻ അതിന് ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് മറക്കരുത്, ആക്ഷേപിക്കരുത്. ആ കുട്ടി ഒരു പക്ഷേ നമ്മൾ നിസ്കരിക്കുന്ന മുസല്ലയിൽ ആ കുട്ടി ഒരു പക്ഷേ കാഷ്ടിച്ചെന്നവരും മൂത്രിച്ചെന്നവരും ശപിക്കരുത്. കാരണം അതിനത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും മാത്രമുള്ള ഒരു പക്വതയിലേക്ക് എത്തിയിട്ടില്ല. 3 വയസ്സ് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതിനെ തുടക്കത്തിലെ നമ്മൾ ശപിച്ചാൽ അത് ആ മുരടിപ്പിലായിട്ടേ വളരുകയുള്ളൂ. ഒരുപക്ഷെ അത് മന്ദബുദ്ധിയിലായിട്ട് വളരും. എന്താണ് ഇതിന്റെ കാരണം എന്നൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും, ഫലമൊന്നും ഉണ്ടാവില്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ബാപ്പ കുട്ടിയെയും കൊണ്ടുവന്നു. ഈ കുട്ടിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, നിങ്ങളൊന്ന് നന്നാക്കി തരണം എന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്നു. എടുത്ത മക്ക മഹാനവർകൾ ചോദിച്ചു, ഹൽ ദഅൗത അലൈഹി, ഈ കുട്ടിക്ക് പ്രതികൂലമായിട്ട് ദ്വാരന്നിരുന്നോന്ന് ചോദിച്ചു. ആ പറഞ്ഞു, നഅം.
കുട്ടിയെ കേടുവരുത്തിയ നിങ്ങൾ നന്നായിക്കോളി. അതുകൊണ്ടാണ് കാരുണ്യത്തിന്റെ കേദാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തദഉ അലാ ഔലാദിക്കും, മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. ഒരിക്കമാരെ ഉമ്മമാരെ മക്കൾക്ക് പ്രതികൂലമായി പ്രാർത്ഥിക്കരുത്. നമ്മളെ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് കരുതിയിട്ട് മുഴുവനും അങ്ങ് കെട്ടഴിക്കരുത്. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ എന്നൊരു നിലവാരത്തിൽ ചിന്തിക്കണം. പ്രതികൂലമായി പ്രാർത്ഥിച്ചാൽ അതിന്റെ ദുരന്തം ചെറുതല്ല. എപ്പോഴും കുട്ടികൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ച് അവരെ സന്തോഷം കണ്ടിട്ട് ജീവിച്ചവരാണ് മഹാന്മാരൊക്കെ, മഹതിമാരൊക്കെ. കഠിനാധ്വാനം ചെയ്തിട്ട് ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കുട്ടിയെ, ആ കുട്ടി ഇങ്ങനെ വീടിന്റെ എല്ലാ ഭാഗത്തിലൂടെയും നടക്കുകയാണ്. ചിലപ്പോ തട്ടിന്റെ പുറത്തു കയറും. പോയി നോക്കുമ്പോ ഏതെങ്കിലും റൂമില് എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളെടുത്ത് അങ്ങനെ കളിക്കുന്നുണ്ടാകും. ചെറിയ കുട്ടിയാണ്. അപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? കുട്ടി കളിച്ചോട്ടെ, അതൊരു കളിക്കുന്ന സമയമാണ്, അതൊരു ഫ്രീഡത്തിന്റെ നേരമാണ്, വികസനം വരേണ്ട സമയമാണ്. അപ്പൊ ആ കുട്ടിയെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന് ഒരിക്കലും ഒരു ലോക്കപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കരുത്. ആ കുട്ടിയെ ഒരു റൂമിലാക്കി ലോക്ക് ചെയ്തിട്ട് തന്റെ കൃത്യങ്ങളൊക്കെ നിർവഹിച്ച ശേഷം തുറക്കാമെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ മെമ്മറിക്ക് അത് പരിക്കേൽപ്പിക്കും, ബുദ്ധിക്ക് പരിക്കേൽപ്പിക്കും, കുട്ടിക്ക് ഭയാശങ്ക വർദ്ധിക്കും. കുട്ടി ആ ഭയാശങ്ക കൊണ്ടൊരു പക്ഷേ മൂത്രയിച്ചിട്ടും വിസർജിച്ചിട്ടൊക്കെ ഉണ്ടാകും. പിന്നെയും പിന്നെയും അത് വർദ്ധിച്ചു പോയാൽ ആ കുട്ടിയുടെ രക്തം വരെ സമ്മർദ്ദത്തിലായി പോകും. അങ്ങനെ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഈ ഒരു ക്ലീൻ വീട് എന്നുള്ളതാണ്. കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിചരണത്തിന്റെ ഒരു ഭാഗമാണ്. ഒരു കുട്ടി ഇനി ഒരു ദിവസം 24 വട്ടം മൂത്രമൊഴിച്ചു കുട്ടികൾ ആക്ഷേപിക്കാൻ പാടില്ല. കുട്ടീനെ എടുക്കുമ്പോഴേക്ക് ചിലർ ചോദിക്കും മൂത്രമൊഴിക്കോ. മൂത്രമൊഴിക്കാത്ത കുട്ടികളുണ്ടാവോ? മൂത്രമൊഴിക്കാത്ത കുട്ടികളുണ്ടാവോ ലോകത്താരെങ്കിലും? അപ്പൊ കുട്ടി എങ്ങനെ ഭാഗത്തിന് എങ്ങനെ മൂത്രമൊഴിക്കോ? ഒഴിക്കണേ വേണ്ട. അവരെ മടിയിലൊക്കെ മാറ്റി ഒരുങ്ങി ഇരിക്കുമ്പോ ഒഴിക്കണം മൂത്രം. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ വീട്ടിൽ കിടക്കുമ്പോ ഞങ്ങളെ വീട്ടിൽ അങ്ങനെ വിശ്രമിക്കാം. അപ്പൊ തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടുത്ത് കാണാൻ വേണ്ടിട്ട് ഒരു പെണ്ണ് വന്നു. അടുക്കളയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഒക്കത്തിരിക്കുന്ന കുട്ടികൾ പെട്ടെന്ന് താഴെ ഇറങ്ങും. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണ്. അത് കുട്ടികൾക്ക് താഴെ എന്തെങ്കിലും കണ്ടവരിറങ്ങും, ഇല്ലെങ്കിലും ഇറങ്ങും. ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് അപ്പുറത്ത് കട്ടിലല്ലേ തങ്ങളെ കിടക്കുന്ന കട്ടിലൊക്കെ കൊത്തിപ്പിടിച്ച് കയറി കുറച്ച് നോക്കുമ്പോ കുട്ടിയുണ്ട് ഇങ്ങനെ ഇവിടെ പള്ളയുടെ മേലെ ഇങ്ങനെ കയറിയിരുന്ന്. അപ്പൊ കുട്ടീനെ ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട് തങ്ങൾ. ആ പള്ളന്റെ മേലെ അങ്ങനെ ഇരുന്ന് അവിടെ അങ്ങ് മൂത്രമൊഴിച്ചു പോയി. ആ ഉമ്മ വല്ലാതെ പേടിച്ചു പോയി. പക്ഷേ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് യാതൊരു ഭാവമാറ്റമില്ല, ഒരു മാറ്റമില്ല. തങ്ങൾ പിന്നെ ആ കുട്ടിയെ അങ്ങനെ കളിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്ക്, നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് മൂത്രമൊഴിച്ചല്ലേ, എന്തൊരു കുട്ടിയാണ്. അങ്ങനെ ചിന്തിക്കരുത്, ഒരിക്കലാകരുത്. പെട്ടെന്ന് ആ കുട്ടി എടുക്കാൻ വേണ്ടിട്ട് ഉമ്മ വന്നു, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ കണ്ട പേടിയിൽ കൊടുത്തില്ല. കാരണം പെട്ടെന്ന് കൊണ്ടുപോയാൽ പോകുന്നിടത്തൊക്കെ മൂത്രാകൂലേ. ആ കുട്ടി മൂത്രമൊഴിച്ചു കഴിഞ്ഞ് ആ കുട്ടിക്കൊരു ചുംബനം നൽകി തങ്ങൾ കുട്ടിയെ കൈമാറി. ബക്കറ്റിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അതങ്ങ് ഒഴിച്ചു ശരീരത്തിലൂടെ. യാതൊന്നും തങ്ങളെ മുഖത്തൊരു ഭാവമാറ്റവും കണ്ടില്ല. ഓ ഉപ്പമാരെ, പേരക്കുട്ടികൾ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. അനുഗ്രഹം എന്ന അർത്ഥത്തിൽ നമ്മളവരെ പോറ്റി വളർത്തേണ്ടതുണ്ട്, മടിയിലിരുത്തേണ്ടതുണ്ട്, ദിക്ർ കേൾപ്പിക്കേണ്ടതുണ്ട്, സ്വലാത്ത് കേൾപ്പിക്കേണ്ടതുണ്ട്, ഔറാദുകൾ കേൾപ്പിക്കേണ്ടതുണ്ട്. ഒരു കുട്ടി നമ്മളെ മടിയിലിരുന്ന് ഉറങ്ങുമ്പോ വാഖിയയും തബാറക്കയും യാസീനും ഒക്കെ ഓതുകയാണെങ്കിൽ അതെല്ലാം ആ കുരുന്നിന്റെ ശരീരം ശരിക്ക് കേൾക്കുന്നുണ്ട്, മനസ്സിൽ നന്നായി ഫലിക്കുന്നുണ്ട്. പഴയ കാലത്തൊക്കെ അങ്ങനെയാണ്. വല്യപ്പമാര് മൗലിദോതുമ്പോ മാല ചെല്ലുമ്പോ 2 എണ്ണൊക്കെ ഉണ്ടാവും മടിയിൽ, ഒന്നൊന്നല്ല 2 എണ്ണൊക്കെ ഉണ്ടാവും. ഒന്നിവിടെ ഇനി മൂന്നാമത്തെ ഒരാളും കൂടി വന്നാല് കുറെ നേരം ഇരുന്ന ഒരാളെ പതുക്കെ അങ്ങോട്ടൊരു ഭാഗത്തേക്ക് എത്തിട്ട് മൂന്നാമത്തെ ആൾ ഇരുത്തും.
അങ്ങനെ പഴയ കാലത്ത് വല്യപ്പന്മാരിക്കുമ്പോ അങ്ങനെ ആ വീട്ടിലെ ചാരകസേരയില് 3-4 കയറിയിരിക്കും, ആരെയും ആട്ടില്ല, അതൊക്കെ പേരെ കുട്ടികളല്ലേ. അപ്പൊ ഈ ചെറുതിനെ എല്ലാത്തിനും എടുത്തു, ആ എല്ലാത്തിനെ ഇരുത്തിയിട്ട് അവർ കുറച്ചു നേരം അവിടെ എങ്ങനെ ഇരിക്കും. വല്യപ്പാനോട് എന്താ വല്യപ്പാക്ക് പണി? വല്യപ്പ സ്വലാത്തില്ല. ഈ സ്വലാത്തിന്റെ കാറ്റ് ഈ കുട്ടികളെ ശരീരത്തിലേക്ക്, അവരെ ഹൃദയത്തിലേക്ക്, അവരെ തലയിലേക്ക്, അവരെ കാതിലേക്ക്, അവരെ കണ്ണിലേക്ക് അങ്ങനെ പകരുകയാണ്. അങ്ങനെ കുട്ടികൾ കുറച്ച് കഴിയുമ്പോ വല്യപ്പ അങ്ങനെ ഒരു സ്വലാത്ത് അങ്ങനെ ചെല്ലുമ്പോ കുട്ടികളും ഇങ്ങനെ ചൊല്ലും. അക്ഷരമൊന്നും റെഡി ആയിട്ടുണ്ടാവില്ല, അക്ഷരമൊന്നും ക്ലിയർ ആയിട്ടുണ്ടാവില്ല. വല്യപ്പ അങ്ങനെ മൗലൂദ് ചൊല്ലുമ്പോ കുട്ടികളും അങ്ങനെ ഏറ്റു ചൊല്ലാണ്. ജവാബ് അങ്ങനെ. എത്ര വയസ്സ്? 3-3.5 ആയിട്ടുള്ളൂ. അപ്പൊ വല്യപ്പാന്റെ കൂടെ കുട്ടികൾ ചെല്ലാണ്. അങ്ങനെ അത് പഠിക്കാൻ, അങ്ങനെ സന്തോഷത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു സംവിധാനം നിർത്തിപ്പോകാൻ പാടില്ല, അങ്ങനെ ഒരു സംവിധാനം മറ്റുപോകാൻ പാടില്ല. അതുകൊണ്ട് ഒരിക്കലും ആക്ഷേപിക്കരുത്. ഒരിക്കലും ഒരു കുട്ടിയെ എന്തെങ്കിലും കുസൃതി കാണിച്ചതിന്റെ പേരിൽ ഉമ്മമാരെ മനസ്സ് വേദനിക്കുന്ന വിധം, മനസ്സിന് വിഷമമാകുന്ന വിധം പീഡനങ്ങൾ ഏൽപ്പിക്കരുത്. ചെറിയ കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുമ്പോ രക്ഷിതാക്കൾ നല്ല പ്രചോദനം ചെയ്ത് അവരെ നല്ലവണ്ണം മയക്കിയെടുത്ത് നല്ലവണ്ണം സന്തോഷം നൽകിയിട്ട് അവരോടൊപ്പം ഇരുന്ന് അവരുടെ ബുക്കും പേപ്പറും നമ്മളെ കയ്യിൽ പിടിച്ച് അവരെ കയ്യും ഒന്ന് ചേർത്ത് പിടിച്ച് എഴുതിപ്പിക്കുക. നമ്മൾ എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുക. എങ്ങനെ മോനു എഴുതണം, അതെങ്ങനെ ബാപ്പ എങ്ങനെ എഴുതി, അങ്ങനെ തന്നെ ഞാനും എഴുതണം. അങ്ങനെ മാതാപിതാക്കളാണ് അദബ് എന്ന് പറയുന്ന സംവിധാനം ആരാ ഉണ്ടാക്കേണ്ടത്? അത് ബാപ്പാരുമാരോ. കുട്ടികൾക്ക് അദബ് ഉണ്ടാക്കേണ്ടത് അൽ അദബു മിനൽ ആബാഇ വസ്സലാഹിയത്തു മിനല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരുക എന്നുള്ളത് അല്ലാഹു തആല തരും. പക്ഷെ അതിന് നമ്മളെ ഭാഗത്തുനിന്ന് ശിക്ഷണം വേണം, അദബ് വേണം. അങ്ങനെ ചെറിയ കുട്ടികൾ നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാം. കുട്ടിക്ക് പറഞ്ഞാൽ കുറച്ചൊക്കെ തിരിഞ്ഞ രൂപത്തിലായി, കുട്ടി 4-5 വയസ്സൊക്കെ ആയി, 5 വയസ്സ് 4 വയസ്സൊക്കെ ആയി. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ബാപ്പ ഉമ്മ അങ്ങനെ കൂടെ ഇരുത്തുമ്പോ ആ ഭക്ഷണത്തിന്റെ മര്യാദകളൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുട്ടിക്ക് പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മളൊരു വറ്റ് താഴെ പോയത് ഇങ്ങനെ പെറുക്കി നമ്മളിങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ ഒരൊറ്റ വറ്റും ആ കുട്ടിൻ്റെ പോകൂല. കാരണം ആ കുട്ടി അങ്ങനെ പെറുക്കിടും. നമ്മളുടേത് പോതി പ്ലേറ്റും പോതി പുറത്താണെങ്കിൽ കുട്ടിയുടേത് 3/4 ഭാഗം പുറത്തും 1/4 ഭാഗം പ്ലേറ്റ് വയ്ക്കാം. അത് പിന്നെ അങ്ങനെയല്ല അതിന്റെ മാർഗം ഉണ്ടാകും. അപ്പൊ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കുന്ന കണ്ട ഒരു പക്ഷേ കുട്ടി എല്ല് വരെ ചിലപ്പോൾ പെറുക്കിടും. എല്ലെടുക്കണ്ട മോനെന്ന് പറഞ്ഞാൽ എല്ലെടുക്കണ്ട, അതാ അപ്പുറത്തിൽ കാണുന്ന ആ വറ്റ് മാത്രം എടുത്ത, ചോറ് മാത്രം എടുത്ത. കുട്ടികൾ അത് അങ്ങനെ തന്നെ. നിങ്ങൾ നോക്കൂ, പരിശോധിച്ചു നോക്കൂ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒന്നിങ്ങനെ വടിക്കാൻ നോട്ടിക്കോ, കുട്ടിയും പഠിക്കും അങ്ങനെ തന്നെ. എന്തിനാ അപ്പൊ വടിക്കുന്ന? കുട്ടിക്ക് സുന്നത്താന്നറിയോ? കുട്ടിക്ക് ഇങ്ങനെ വടിച്ചെങ്കിൽ ഇല്ലെങ്കിൽ പ്രശ്നമാണെന്നറിയോ? ഇല്ല. പക്ഷേ അത് വലിയൊരു അദബാണ്, ബറക്കത്താണല്ലോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്ലേറ്റ് തങ്ങൾ ഇങ്ങനെ വടിച്ചു വൃത്തിയാക്കിയിരുന്നു, കൈകളും വടിച്ചു വൃത്തിയാക്കിയിരുന്നു. ഭക്ഷണം അന്ന് കമ്മിയായതുകൊണ്ട് ചെയ്തതല്ല. ഭക്ഷണത്തിന്റെ ഏത് ജുസ്ഇലാണ് ബറക്കത്ത് അല്ലാഹു കണക്കാക്കിയത്? എല്ലാം നമ്മൾ സ്വീകരിക്കേണ്ടതല്ലേ? ഇട്ട ഭക്ഷണം അത് ക്ലിയർ ആക്കണം. ഭക്ഷണം കഴിച്ചാൽ അവിടെ ഒരു വൃത്തി വേണം. അങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുമ്പോ എല്ലായ്പ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 2 സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. അങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട്. അതും നമ്മൾ ഓതി പതിവാക്കുമ്പോ ആ കുട്ടി ഓതും. ഏതാ 2 സൂറത്ത്? ഒന്ന് ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം എന്നത്, മറ്റൊന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും. സ്പെഷ്യൽ ഫുഡിനല്ല കേട്ടോ, എല്ലാ ഭക്ഷണ ശേഷം ഇത് 2 ഓതൽ സുന്നത്താണ്. ഫത്ഹുൽ മുഈൻ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. അങ്ങനെ ഈ ഭക്ഷണം കഴിക്കാനുള്ള സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോ ബിസ്മി ചൊല്ലുന്നതും കൈ കഴുകുന്നതും ബിസ്മി ചൊല്ലുന്നതും, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചു തുടങ്ങേണ്ട ശൈലിയും, അതൊക്കെ തുടങ്ങേണ്ടത് നടുവിൽ നിന്നല്ല. ഇന്നമാ തൻസിലുൽ ബറക്കത്തു ഫിൽ വസ്ത്. ബറക്കത്ത് ഇറങ്ങുന്ന നടുവിലാണ്. നടു ലാസ്റ്റാണ്.
ചിലരൊക്കെ ലാസ്റ്റ് ഇറച്ചി കഷ്ണം കഴിക്കാറുണ്ട്. അങ്ങനല്ല, ഇറച്ചി നടുവിലാ വന്നെങ്കിൽ അവിടെ ഒന്നോട്ടെ, നടു ഭക്ഷണത്തിന്റെ നടു അത് ലാസ്റ്റാണ് കഴിക്കുന്നത്. ബറക്കത്തിറങ്ങുന്ന അവിടെ. പിന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ളത്, വലത്തെ ഭാഗത്തു നിന്ന് ഇങ്ങനെ തുടങ്ങി മറ്റേ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ 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 പോകുന്നത്. ഈ ശൈലി ഇങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു അങ്ങനെ തന്നെ നോക്കി പഠിക്കും, കറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഒരു ബാപ്പ ഉമ്മ നിസ്കരിക്കുമ്പോ ഒരു കുട്ടി വന്ന് എത്ര കരയുന്ന ഒരു കുട്ടിയാണ്, ആ കുട്ടി എത്ര ബാപ്പാനും ഉമ്മാനും വിളിച്ച് ഏതെങ്കിലും ഒരു ബാപ്പ ഉമ്മ നിസ്കാരത്തിലൊന്നും ഇങ്ങനെ നോക്കിപ്പോയോ സംഗതി പ്രശ്നമാവും. നോക്കേണ്ട അനിവാര്യ ഘട്ടങ്ങളുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ കുട്ടി വിളിക്കുമ്പോഴേക്ക് നോക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ നിസ്കരിക്കുമ്പോ പിന്നെ ആരെങ്കിലും വിളിച്ചാൽ നോക്കും. പക്ഷെ എത്ര വാപ്പ ഇമ്മയും നിസ്കരിക്കാൻ കഴിയട്ടെ വിളിച്ചാൽ കേൾക്കൂലെങ്കിൽ പിന്നെ ആ കരച്ചിന് ദീർഘായുസ് ഉണ്ടാവില്ല. കാരണം ഇത് ഈ കെട്ട് കഴിഞ്ഞിട്ട് രണ്ട് ഭാഗത്തും സലാം വീട്ടിട്ടല്ലാതെ ജവാബ് കിട്ടൂല. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അത്തഹിയാത്തിൽ നിസ്കാരം കഴിഞ്ഞ് അത്തഹിയാത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ അതേ ഇരുത്താ കുട്ടി അപ്പുറത്തിരിക്കും. നമ്മളിങ്ങനെ കൈ പൊന്തിക്കുമ്പോ വിരലിങ്ങനെ പൊന്തിക്കുമ്പോ ആ കുട്ടിയും പൊന്തിക്കും വിരലിങ്ങനെ. എങ്ങനെയാണ് ആ വിരല് വെച്ചത് നോക്കും, എങ്ങനെയാണ് പൊക്കിയത് നോക്കും. ചിലര് തോക്കിന്റെ ആകൃതിയിൽ പൊക്കും, ഇങ്ങനെ ഇങ്ങനെതാ ഇങ്ങനെയല്ലേ, ഇങ്ങനല്ലല്ലോ, തോക്കല്ലല്ലോ, ഇങ്ങനെ ഇങ്ങനെയാണ് കൈയിന്റെ വിരലുകൾ ഇങ്ങനെ താഴോട്ടാക്കിയിട്ട് ഈ തള്ളവിരല് കൊണ്ട് ഈ ഭാഗത്തെ ഇങ്ങനെ ഒന്ന് പിടിച്ച് ഇങ്ങനെ മേലോട്ട് ഇങ്ങനല്ല, എന്നാ പറ്റ സാധുവായിട്ട് താഴോട്ടുമല്ല, മിതമായിട്ട്. നല്ലോ മേലോട്ടല്ല, അങ്ങനല്ല, അങ്ങനെ നിർത്തിയിട്ടല്ല. എന്നാ നല്ലോ താഴോട്ട് പോയിട്ട് പറ്റ സാധുവായിട്ട് അങ്ങനെയല്ല, ഇതിന്റെ ഇടയിലൊന്നും മിതമായിട്ട് അങ്ങനെ ഉയർത്തി. നേർക്കുനേരല്ല, കുറച്ച് താത്തിയിട്ട് അങ്ങനെ. അതിങ്ങനെ അനക്കേണ്ടതില്ല, അതങ്ങനെ ഉയർത്തി വെച്ചാൽ മതി. ഇതിങ്ങനെ അനക്കുന്ന കണ്ടാൽ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ അനക്കുന്ന കാണാം. അപ്പൊ കുട്ടികൾക്കൊരു സന്തോഷം, ആ ഇതെന്തോന്ന് അളകുണ്ടല്ലോ ഇങ്ങനെ, ഇതിപ്പോ എന്താ ഒരു പുതുമ, കുട്ടിക്ക് കണ്ടാ നല്ല അതാ പൊന്തി പൊന്തി. കുട്ടികൾ നോക്ക്, എന്തിനാ അപ്പൊ അങ്ങനെ അളക്കണ, നിങ്ങൾ കണ്ടില്ല അങ്ങനെ സംഗതി. ഇപ്പൊ നമ്മളിങ്ങനെ ഉയർത്തുന്നതിന്റെ ലക്ഷ്യം എന്താ? ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറഞ്ഞു, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരടക്കം പറഞ്ഞു, വസാലി മാവതങ്ങൾ അടക്കമുള്ളവർ, അവരെ ഇൽമോണ്ടൊക്കെ അല്ലാഹു നമുക്ക് ബർക്കത്ത് തരട്ടെ. അവരൊക്കെ പറഞ്ഞു ഖൗലൻ വ ഫീലൻ വ ഇഅ്തിഖാദൻ, മൂന്ന് നിലക്കും വാക്കിലും പ്രവൃത്തിയിലും വിശ്വാസത്തിലും തൗഹീദ് രേഖപ്പെടുത്തും. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇന്ദ ഹംസത്തി ഇല്ലല്ലാഹ്. ഇല്ലല്ലാഹിന്റെ ഹംസ പറയുമ്പോഴാണ് ഈ ഇല്ലല്ലാഹ് അവിടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഇല്ലല്ലാഹിന്റെ ഹംസ പറയുമ്പോഴാണ് ഉയർത്തേണ്ടത്. അത് പറയുമ്പോ പറച്ചിലൊരു തൗഹീദ്, പിന്നെ പിന്നെ പ്രവൃത്തിയിൽ, പിന്നെ മനസ്സിൽ. അപ്പൊ മൂന്ന് നിലക്കും ഖൗലൻ വ ഫീലൻ വ ഇഅ്തിഖാദൻ. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഇളക്കിയാൽ തൗഹീദാവില്ല, ഇളകിയ തൗഹീദാവും. മുറച്ചിക്കണ്ടേ, എന്താ ഇങ്ങനെ ഇളകണ്, അങ്ങനെ ഇളക്കേണ്ടതില്ല. അതൊരു കളിയുടെ രൂപത്തിലേക്ക് അങ്ങോട്ട് മാറിയാൽ അതും പ്രശ്നമാണ്. അങ്ങനെ പൊതുവെ ഒരു കളിയായിട്ടാ തോന്നുന്നു, ഇങ്ങനെ ഇങ്ങനെ ഇളക്കുമ്പോ അങ്ങനെ ഒരു വിഷമായിട്ടാ തോന്നുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു കുട്ടി ആ ശൈലി നമ്മൾ എങ്ങനെയാണ് വെച്ചത് അങ്ങനെ തന്നെ. നമ്മളിങ്ങനെ സലാം വലത്തോട്ടും ഇടത്തോട്ടും മുട്ടുമ്പോ കുട്ടിയും വലത്തോട്ടും ഇടത്തോട്ടും തല തെറ്റിക്കും. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി പറയാൻ പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മളിപ്പോ നിസ്കാരം എങ്ങനെ കഴിച്ചത്, കുട്ടി ഇനി നമ്മൾ ആ ശൈലിയിൽ കണ്ട കുട്ടി വേഗം ഇങ്ങനെ കിട്ടും, പിന്നെ ഇങ്ങനെ കൈതാത്തി, പിന്നെ റുക്കുവിലേക്ക് പോകും. റുക്കൂന്നൊക്കെ ചിലപ്പോൾ തിരിഞ്ഞു മറിഞ്ഞൊക്കെ നോക്കുന്നുണ്ടാവും, പിന്നെ സുജൂദിലേക്കും പോകും. അത്തഹിയാത്തിൽ ഇരുന്ന ഉടനെ കുട്ടി ഇങ്ങനെ പൊന്തിക്കും, ഇങ്ങനെ കാണിക്കും. ഇപ്പൊ എന്തായി സംഗതി? നിസ്കാരത്തിന്റെ ആകൃതി, അതിന്റെ രൂപം ആ കുട്ടി പഠിച്ചു. അപ്പൊ നിസ്കരിക്കാൻ വേണ്ടി നിസ്കാരപ്പായലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി കരുണ കുട്ടികളെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒപ്പണ് കൂട്ടും. എന്നാ പിന്നെ ഈ ശൈലി അവർ പഠിക്കും. എപ്പോ പഠിക്കും? വളരെ ചെറുപ്പത്തിൽ തന്നെ പഠിക്കും, വളരെ ചെറുപ്പത്തിൽ പഠിക്കും. വലിയ പ്രായം ഒന്നാകണ്ട, ചെറുപ്പത്തിൽ തന്നെ പഠിക്കും. അങ്ങനെ ആ പഠിക്കുന്ന കുട്ടികൾക്ക് പിന്നെ നമ്മുടെ ഉസ്താദുമാര് മദ്രസയിലെത്തിയിട്ട് രൂപങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ അങ്ങനെ തന്നെ വാപ്പ ചെയ്തിരുന്നത്, അങ്ങനെ തന്നെയാണ് ഉമ്മയും ചെയ്തിരുന്നത്, അങ്ങനെ തന്നെയാണ് അവരൊക്കെ ചെയ്തിരുന്നത്.
അങ്ങനെ തന്നെയാണ് വാപ്പാനും ഉമ്മാനും കൂടെ നമ്മൾ നിസ്കരിച്ചത്. ഇതൊക്കെ ആ കുട്ടിന്റെ മനസ്സിൽ എത്ര പെട്ടെന്ന് ഓർക്കുന്നത്. നിങ്ങൾ നോക്ക്, നിസ്കാരം വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഇല്ലാത്തൊരവസ്ഥയിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല. പുറത്തൊക്കെ ഒന്ന് പോയി നോക്കിയാൽ അവരെ മക്കൾക്ക് അതിനെപ്പറ്റി ഒരു ABCD ഉണ്ടാവില്ല. കാരണം കണ്ടിട്ടില്ല. കണ്ടെങ്കിലല്ലേ വാപ്പയും ഉമ്മയും നിസ്കരിക്കുന്ന, കണ്ടെങ്കിലല്ലേ ഇതെന്താ ഹാലും തിരിയുള്ളൂ. അപ്പൊ അവര് നിസ്കരിക്കില്ല. അതുകൊണ്ട് പിന്നെ ഇവരോട് പറയലുമില്ല. അങ്ങനെ പറഞ്ഞ അർത്ഥത്തിൽ ഒലും പറയില്ല. അപ്പൊ ഇവർക്ക് അത് അറിയൂല. നമ്മളെ നാട്ടിൽ അൽഹംദുലില്ലാ വലിയ സന്തോഷമാണ് വിഷയത്തിൽ. ബാപ്പമാരും ഉമ്മമാരും ചെയ്യുന്ന കർമ്മങ്ങൾ മക്കളതങ്ങനെ പകർത്തും. നിങ്ങൾ നോക്ക്, ശരിയും പകർത്തും തെറ്റും പകർത്തും. അവിടെയാ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെല്ലാവരും അള്ളാഹുവിനോട് ദ്വാർക്കുന്ന ദുആയാണ് വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അള്ളാഹുവേ, നല്ല സൂക്ഷ്മശാലികളായിട്ട് വളർന്നു വരുന്നൊരു വിഭാഗമുണ്ട് ഞങ്ങളെ തുടരാൻ. ആരാണത്? മക്കളും പേരമക്കളും. അവർക്ക് ഞങ്ങളെ നീ ഇമാമാക്കി തരണം, നേതാവാക്കി തരണം, പിന്തുടരാൻ പറ്റുന്നവരാക്കി തരണം. നമ്മളെ കണ്ടവര് പഠിക്കും. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോ എന്തൊക്കെയോ പറയുന്നോ അതവരും പഠിക്കും. നമ്മൾ ദേഷ്യം പിടിക്കുമ്പോ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് അങ്ങനെ തന്നെ അവരും പ്രതികരിക്കും. നമ്മൾ എന്തെല്ലാം അനാവശ്യ വാക്കുകളാണോ അപ്പോൾ ഉപയോഗിക്കുന്ന അവരും ഉപയോഗിക്കും. 1ാം ക്ലാസ്സിൽ ചേർത്ത ഒരു കുട്ടി അപ്പുറത്തിരിക്കുന്ന കുട്ടി ഒന്ന് നുള്ളിയപ്പോ ആ കുട്ടിയെ പോത്തേന്ന് വിളിച്ചു. കുറച്ചൊക്കെ ഒരു മര്യാദയുള്ള വിളിയൊന്ന് കുട്ടിക്കോളി, പക്ഷെ അത് മര്യാദയുള്ള വിളിയൊന്നല്ല. അങ്ങനെ വിളിച്ചു. അപ്പോ അധ്യാപകൻ ചോദിച്ചു, ഗുരുനാഥൻ ചോദിച്ചു, അല്ല മോനെ ഇത് എവിടുന്ന കിട്ടി? അപ്പൊ ആ കുട്ടി പറയാൻ പേടിച്ചു. പിന്നെ ആ കുട്ടീനെ പതുക്കെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചു. ഒരു മിഠായിയോ കൊടുത്തിട്ട് ഉസ്താദ് ഇങ്ങനെ ചോദിച്ചു, ഇത് എവിടുന്നേ കേട്ടെ മോനെ, എവിടുന്നേ കേട്ട്? അത് ഇന്നലെ വാപ്പച്ചി ഇങ്ങനെ വിളിച്ചിരുന്നു. ആ കാക്കാനോട് ചൂടായപ്പോ വാപ്പച്ചി ഇങ്ങനെ പോത്തേന്ന് വിളിച്ചു. റെഡി, കറക്റ്റ്. നിഷ്കളങ്കമായ മനസ്സിൽ നിന്ന് റിസൾട്ട്. കുട്ടികളാണ് ഒരു വിഷയത്തിൽ സാക്ഷി വിസ്താരം ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ചോദിക്കൂലല്ലോ കോടതി. അതെന്താ? അവരെ മനസ്സിന്റെ ശുദ്ധ. അതിനോട് പറഞ്ഞാൽ റെഡി ആയിരിക്കും, കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആ കുട്ടിയോട് എന്താ അങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചപ്പോ അതൊരു വിളി കേട്ടതാ. ആ വിളി ഈ ഒരു ടൈമിലാണല്ലോ അവിടെ ഉപയോഗിച്ചത്, അതേ വിളി ഇവിടെയും ഉപയോഗിച്ചു. ഇതാണ് സത്യത്തിൽ അവർ പകർത്തുന്നവരാണ്, നമ്മളെ പിന്തുടരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് നല്ല ശിക്ഷണം കൊടുക്കണം, നല്ല അദബ് കൊടുക്കണം. രക്ഷിതാക്കളെ കൂടുതൽ മഹബ്ബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലിമു ഔലാദക്കും സലാസ ഖിസാൽ. നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ 3 എണ്ണം പഠിപ്പിക്കണമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. മക്കൾക്ക് 3 എണ്ണം പഠിപ്പിക്കണം. എന്താണ് 3 എണ്ണം എന്നറിയുമോ? ഒന്ന് മഹബ്ബത്തി, എന്റെ മഹബ്ബത്ത് പഠിപ്പിക്കണം, തങ്ങളെ മഹബ്ബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെ ഹുബ്ബ് വെക്കണം, എങ്ങനെ സ്നേഹിക്കണം. ആ വെള്ളിയാഴ്ച രാവിലും തിങ്കളാഴ്ച രാവിലും മക്കളോട് സ്വലാത്ത് ചൊല്ലാനും മദ്ഹ് ചൊല്ലുമ്പോ കൂടെ ഇരിക്കാനും ആമീൻ പറയാനും ഏറ്റുചൊല്ലാനും പറയണം. നമ്മൾ മാത്രം ചൊല്ലിയിട്ട് കുറച്ചു കാലം കഴിഞ്ഞിട്ട് അവര് ദുരുദ്ദേശത്തോടെ മാറിപ്പോകരുത്. ഇതൊന്നും ശരിയല്ലെന്ന് നമ്മളെ മുഖത്ത് നോക്കി ഒരിക്കലും അവർ പറയരുത്. നമ്മൾ എന്തെല്ലാം ആദർശ രംഗത്ത് സ്വീകരിക്കുന്നുണ്ടോ അതിലൊക്കെ അവരെയും സംബന്ധിപ്പിക്കണം, അവരെയും കൂടെ കൂട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി ഒരു ബാപ്പയിൽ എന്തെല്ലാം സുന്നത്തുകളുണ്ടോ ആ സുന്നത്തുകളൊക്കെ മക്കളോടും ശീലിക്കാൻ വേണ്ടി പറയണം, അതൊക്കെ ചെയ്യാനും വേണ്ടി പറയണം. മോനെ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞത്, അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, മോനും അങ്ങനെ ചെയ്യണം. ഞാൻ ഇങ്ങനെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയാ പറയാൻ പറഞ്ഞത്, അതുകൊണ്ട് മോനും ഇങ്ങനെ പറയണം. എവിടെയാണോ അതിന് പകർത്തി കൊടുക്കാൻ പറ്റുന്നത്
അവിടെയെല്ലാം അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ ജീവിതത്തിൽ പാലിച്ചു പോരുന്ന വിഷയങ്ങൾ അവരെയും പരിശീലിപ്പിക്കണം. അങ്ങനെ മനസ്സിന്റെ അടിത്തട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബ് പഠിപ്പിക്കണം. അതുകൊണ്ടാണ് ബാപ്പമാരെ, ഉമ്മമാരെ, രക്ഷിതാക്കളിൽ നിന്നുള്ള ആദ്യത്തെ പഠനം മക്കളോടുള്ള പഠനം അക്ഷരാഭ്യാസമല്ലല്ലോ, ഒരിക്കലുമല്ല. എന്റെ മക്കളെ ഞാൻ ആദ്യം പഠിപ്പിക്കേണ്ടത് എന്റെ പേരല്ല, എന്റെ ഭാര്യയുടെ പേരല്ല, എന്റെ ഉമ്മാന്റെ പേരല്ല, ഉപ്പാന്റെ പേരല്ല, എന്റെ ഉസ്താദിന്റെ പേരുമല്ല, അള്ളാഹുവിന്റെ സിഫത്തുകളും അല്ല. ആദ്യം പഠിപ്പിക്കേണ്ടത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാമമാണ്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫതുൽ മുഈനിന്റെ ആരംഭത്തിൽ പറഞ്ഞില്ലേ, അവ്വലു മാ യജിബു അലൽ ആബാഇ വൽ ഉമ്മഹാത്തി, മാതാപിതാക്കൾക്ക് പ്രഥമമായും നിർബന്ധമായത് തഅലീമുഹു, മക്കൾക്ക് പഠിപ്പിക്കലാണ്. അന്ന നബിയനാ മുഹമ്മദാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ ബിമക്ക, നമുക്കൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മക്കയിൽ ജനിച്ചു. വമാത ബിൽ മദീനത്തി, മദീനയിൽ വഫാത്തായി. വദുഫിന ബിഹാ, അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമാണ് ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ പേരക്കുട്ടിയാകട്ടെ ആദ്യമായി പഠനം കൊടുക്കേണ്ടത്. അതിനു മുമ്പ് മറ്റൊന്നും ചൊല്ലി പഠിപ്പിക്കരുത്. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതാണ്. എന്താ അത് കാരണം? ഏറ്റവും പ്രധാനമായും അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കണമെങ്കിൽ ആ മഹബ്ബത്തിനുള്ള വസീല മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബാണ്. പിന്നെ ആ കുട്ടി എങ്ങനെ വളർന്നു വരുമ്പോ സ്വലാത്ത് അങ്ങനെ ചൊല്ലുമ്പോ കിടക്കുന്നതിന് മുമ്പ് ഒരു 10 സ്വലാത്ത് എല്ലാം പറയണം. അതെ, ആ കുട്ടി ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ സ്വലാത്ത് എല്ലാം പറയണം. ആ കുട്ടി ബാപ്പയെ കാത്തിരിക്കുമ്പോ ഉമ്മയെ കാത്തിരിക്കുമ്പോ സ്വലാത്ത് എല്ലാം പറയണം. കുട്ടിക്കാലത്തോ ഉസ്താദ് ഇതൊക്കെ ചൊല്ലിപ്പിക്കുന്നത് അതെ നല്ല വളർച്ച വരാനാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം, കഥകൾ. അതിന് നല്ല ഖസസ്, കഥ എഴുതിയ വിശ്വസ്തർ എഴുതിയ നല്ല പുസ്തകങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ വായിക്കും. അങ്ങനെ കുട്ടികളെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ക്ലിക്കാകുന്ന ഒന്നാണ് കഥ എന്ന് പറയുന്നത്. നല്ലോണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ കൂട്ടത്തിൽ മഹബ്ബത്ത് നമ്മൾ അറിയാതെ അവരെ ഖൽബിൽ അങ്ങനെ സ്ഥാനം പിടിക്കും. നല്ലോണം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വീട്ടിൽ മക്കളെയും അയൽവക്കത്തെ കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിവസത്തിലുണ്ടായ ആ പുണ്യദിനത്തിലുണ്ടായ അസാധാരണ സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കുക. ആർക്ക്? കുട്ടികൾക്ക്. വല്ലാത്ത സന്തോഷം. ഈ ദിവസമാണത് എന്ന് ഓർമ്മപ്പെടുത്തി കൊടുത്തു. ഏത് ദിവസം? റബീഉൽ അവ്വൽ 12. കുട്ടികൾക്ക് അതിങ്ങനെ പറഞ്ഞു കൊടുക്കണം. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഏറ്റവും നല്ല അഖ്ബാർ, ചരിത്രങ്ങൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രങ്ങളാണ്. നമ്മൾ പഠിക്കണം. മലയാളത്തിൽ വായിച്ചു പഠിച്ചാൽ മതിയല്ലോ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഓരോ ദിവസവും ഓരോ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് ആ കുട്ടിയുടെ മനസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളേക്ക് കൂടുതൽ അടുക്കും. ആ കുട്ടിയുടെ മനസ്സിൽ തങ്ങളോട് കൂടുതൽ മഹബ്ബത്ത് വരും. നല്ല മദ്ഹുകൾ കുട്ടികളെ പഠിപ്പിക്കണം. പറയട്ടെ ഉമ്മമാരെ, ഉപ്പമാരെ, അശ്ലീലതകൾ ഒരിക്കലും കുട്ടികൾക്ക് ശീലമാക്കരുത്. ചെറിയ കുട്ടികൾക്ക് സിനിമ കാണിച്ചു കൊടുക്കുന്ന ഹതഭാഗ്യരുണ്ട്. ഞാൻ അവരങ്ങനെ പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ വിഷമിക്കണ്ട. അങ്ങനെ അല്ല പറയേണ്ടത്, കുറച്ചുകൂടി അപ്പുറം പറയണം. കുട്ടികളുടെ നന്മക്ക് കത്തിവെക്കുന്നവരാണ് അവര്. ചെറിയ കുരുന്നുകൾക്ക് സിനിമയും ഡാൻസും നാടകവും ഒക്കെ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, നോവൽ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. പ്രേമ കഥകൾ കാണിച്ചു കൊടുക്കുന്നവരുണ്ട്. അതുമൂലം ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾ സ്കൂളിലും കോളേജിലും എത്തുമ്പോ പണ്ടവർ കണ്ടുപഠിച്ചത് ഇപ്പൊ അവർ പ്രാക്ടിക്കലാക്കുന്നു. എന്തേ കാരണം? നമ്മൾ ചിന്തിക്കുന്നില്ല അതെവിടുന്നാ വന്നത് എന്ന്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാസികകൾ, വാരികകൾ വായിക്കുന്നവരായിരിക്കും. ബാപ്പയും ഉമ്മയും കാണാതെ സ്വകാര്യമായി കുട്ടികളും അതെടുത്ത് വായിക്കും.
എന്താണ് അത് നോവലാന്നേ പറയും, പ്രശ്നമൊന്നുമില്ല. പക്ഷെ കുട്ടി അത് വായിക്കുമ്പോ കുട്ടിയുടെ മനസ്സെന്ന മാണിക്യ കൊട്ടാരത്തെ അതിന്റെ സങ്കല്പങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കാണ്, ഒരു വഴി ഇങ്ങനെ ഒരു റൂട്ട് ഇങ്ങനെ വരയ്ക്കണ. അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ പോയാൽ അങ്ങനെ ആവും, ഇങ്ങനെ സംഭവിക്കും. എന്നാ ഇനി അതൊന്ന് പ്രാക്ടിക്കലാക്കി നടത്തി നോക്കണം. പിന്നെ നമ്മൾ അന്വേഷിച്ചു നോക്കുമ്പോ കാലം കുറെ കഴിഞ്ഞു നോക്കുന്ന സമയത്ത് വിവാഹം കഴിക്കാൻ വേണ്ട. എന്താ വേണ്ടാത്ത? ഇപ്പൊ വേണ്ടെന്നോ? കുട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലല്ലോ. കുട്ടി വേണ്ടെന്നാവും പറയണത്, സമ്മതിക്കില്ല, അല്ലെങ്കിൽ മോള് സമ്മതിക്കണില്ല. പിന്നെ കുറച്ചുകൂടി ടൈം കഴിഞ്ഞപ്പോ സമ്മതം കാര്യങ്ങളൊക്കെ വലിയ പ്രതിരോധമൊന്നുമില്ല. അപ്പൊ ഏകദേശം ഒരു സമ്മതത്തിന്റെ വകുപ്പിലെത്തി. പക്ഷേ കണ്ടീഷൻസ്. അതെന്താ? ഞാൻ പറയുന്നവർ എന്ന് പറഞ്ഞ് അന്വേഷിച്ചു നോക്കുമ്പോ സുബ്ഹാന മൻ ജല്ല ജലാലുഹു, അതൊരു ബിദ്അത്തുകാരനാണ്, അല്ലെങ്കിൽ അവനൊരു മുനാഫിഖാൻ, അല്ലെങ്കിൽ തനിച്ച ദുർമാർഗിയാൻ, വിശ്വാസ രംഗത്ത് തന്നെ പുറത്തുള്ളവനാണ്. ഈ ഒരു വിഷയത്തിലേക്ക് ഒരിക്കലും ഉപകരണങ്ങളെ കൊണ്ട് മക്കളെ ദുഷിപ്പിക്കരുത്, അശ്ലീലതകളെ കൊണ്ട് ദുഷിപ്പിക്കരുത്. ബാപ്പമാരും ഉമ്മമാരതിന് സമയം കളയരുത്. അങ്ങനെയായാൽ മക്കൾ നന്നായി വരാൻ വലിയ പ്രയാസമാണ്. മക്കൾക്ക് പഠിപ്പിക്കേണ്ട പഠനങ്ങൾ ആ കാലഘട്ടത്തിൽ നല്ല അദബാണ് അവരെ പഠിപ്പിക്കേണ്ടത്. നേരെ ചൊവ്വേ ഇൽമു പഠിക്കുന്നിടത്ത് നല്ല പ്രചോദനം, പ്രാധാന്യം കൊടുക്കണം. മടുപ്പ് പറയും, പക്ഷേ മടുപ്പാകുമ്പോ എന്നാ ഉറങ്ങിക്കോന്ന് പറയരുത്, പ്രചോദനത്തിന്റെ വാക്ക് പറയണം. എനിക്ക് ക്ഷീണൊക്കെ തോന്നുന്നു, അല്ല മോനെ കുറച്ചുകൂടി ഒന്ന് വായിക്കും, ഒരു അരമണിക്കൂർ കൂടി ഒന്ന് വായിക്കും. ഇപ്പൊ ഞാനും ചെറിയൊരു പണി ഞാനും കൂടി തരും, ഒന്ന് അരമണിക്കൂർ.